അയത്തുള്ള ഖമേനിയെ കൊല്ലാനായി ഇസ്രായേൽ ശ്രമിച്ചിരുന്നുവെന്നും അത് അമേരിക്ക വീട്ടു ചെയ്തു എന്നുള്ള ഒരു വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇത് പുറത്തുവിട്ടത് തന്നെ റോയിട്ടേഴ്സ് ആണ്. എന്നാൽ ഇന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒന്നും തന്നെ അല്ല. അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ 2 തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പരാജയപ്പെടുകയും ചെയ്തു. ആ ഒരു ദേഷ്യം US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനും എനിക്കുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രതികാരം ചെയ്യുകയാണ്. ഇങ്ങനെ മറ്റൊരു വിവരം നൽകി. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ ഇറാൻ 2 തവണ ശ്രമിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അന്ന് തന്നെ വലിയ ചർച്ചയാകേണ്ടതല്ലേ? അതുമാത്രമല്ല, ഇപ്പോൾ ഹൈഫ കത്തിയെരിയുകയാണ്. ഇറാന്റെ അടുത്ത വേവ് ഓഫ് അറ്റാക്ക് ഹൈഫ മുഴുവനും ഉണ്ടായിരുന്നു. ഹൈഫയെ എന്തുകൊണ്ട് ലക്ഷ്യം വെച്ചു എന്നുള്ളതിന്റെ വിശദീകരണവും ഇറാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ അപ്ഡേറ്റ് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇറാന്റെ മിസൈൽ ഹൈഫ പ്രദേശത്തേക്ക് വീണ്ടും വന്നു. ഇപ്പോഴും ഇറാന്റെ മിസൈൽസിനെ ഇസ്രായേലിനെ കൊണ്ട് തടയാൻ സാധിച്ചില്ല. ഇസ്രായേലിന്റെ പക്കൽ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് തടയാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിനിപ്പോഴും ദുരൂഹതകൾ മാത്രമാണുള്ളത്. ഉത്തരം ലഭിക്കുന്നില്ല. ഉത്തരം ആരുടെ പക്കലും ഇല്ല. അപ്പോൾ ഹൈഫ എന്നൊരു സ്ഥലം എന്തുകൊണ്ട് വീണ്ടും ഇറാൻ തിരഞ്ഞെടുത്തു? ഈ ഒരു ചോദ്യത്തിന് ഹൈഫയിലാണ് വളരെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർ ഓഫീസേഴ്സ് ഉള്ളത്. ഹൈഫയിലാണ് ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലെ ശാസ്ത്രജ്ഞന്മാർ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഹൈഫയെ ലക്ഷ്യം വെച്ചത്. ഞങ്ങളുടെ ലക്ഷ്യം അവിടെ താമസിക്കുന്ന സാധാരണ ജനങ്ങളല്ല. എങ്ങനെയാണോ ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ എല്ലാം ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചത്, അതുപോലെ ഞങ്ങളും ഇസ്രായേലിന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ആ ടാർഗറ്റ് ഞങ്ങൾ അച്ചീവും ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായും ഇസ്രായേലിനെ കൊണ്ട് സഹിക്കാൻ സാധിക്കില്ല. അത്ര വലിയൊരു നഷ്ടമാണ് ഞങ്ങൾ ഇസ്രായേലിന് നൽകിയത് എന്ന അറിയിപ്പും ഇറാൻ ഇപ്പോൾ നൽകി. ഇറാന്റെ ആർമഡ് ഫോഴ്സ് ഒരു വീഡിയോ ഇതിനിടെ പുറത്തിറക്കി. അതിൽ പിന്നിൽ ഇറാന്റെ ഒരു ഫ്ലാഗ് ഉണ്ട്. മുൻപിൽ ഇറാന്റെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ നിന്ന് സംസാരിക്കുകയാണ്. ഇസ്രായേൽ ഉടൻ തന്നെ ഞങ്ങളുടെ രാജ്യം വിട്ട് പുറത്തേക്ക് പോകണം. ഞങ്ങളുടെ രാജ്യം എന്ന് പറയുന്നതിനേക്കാളും ഒക്കുപ്പൈഡ് റീജിയനിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോവുക എന്നാണ്. കാരണം ഇസ്രായേലിലുള്ള ഈ ഒരു സ്ഥലം പാലസ്തീൻസിന്റെ സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഇറാന്റെ ഒരു നയം. അപ്പോൾ ഇറാൻ ഇസ്രായേലിനോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ താമസിക്കുകയാണ്, അവിടെ നിന്ന് നിങ്ങൾ പോകണം. ഇനി അങ്ങനെ അല്ല എങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങളെ തല്ലി ഓടിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ആക്രമണം സംഭവിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപാണ് ഇങ്ങനെ ഒരു വീഡിയോ റിലീസായത്. അപ്പോൾ ഇറാന്റെ ആർമഡ് ഫോഴ്സ് പുറത്തിറക്കിയ വീഡിയോയിൽ ഉടൻ തന്നെ നിങ്ങൾ അവിടം വിട്ട് ഒഴിയണം എന്ന് പറഞ്ഞ അടുത്ത 10ാമത്തെ മിനിറ്റിൽ ഹൈഫ ഭാഗത്തേക്ക് ഇറാന്റെ ഒരു ആക്രമണവും സംഭവിച്ചിട്ടുണ്ട്. അതും ബാലിസ്റ്റിക് മിസൈലാണ്. ആ ബാലിസ്റ്റിക് മിസൈൽ വീണ സ്ഥലം തീ കത്തി എരിയുകയാണ്. ആ ഒരു വീഡിയോയും വൈറലാകാൻ തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പിൽ ഞാൻ ഇതിനകം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ടെല്ലവീവിലും സമാനമായ നിരവധി നഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ എന്ത് പറയാനാണ്, ഇസ്രായേൽ അവയെല്ലാം നിയന്ത്രിച്ചു വെക്കുകയാണ്. എത്ര നഷ്ടമുണ്ടായി, അവർക്ക് എത്ര കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, എത്ര പേർ മരിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോസ് ഫോട്ടോസ് ഒന്നും പുറത്തു വരാത്ത രീതിയിൽ ഇസ്രായേൽ ഇവയെല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. നെതന്യാഹു പറഞ്ഞത് 2 തവണ ഇറാൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന്. ഇതിന് അമേരിക്കയുടെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അണുവായുധ കരാറിൽ ഇറാൻ സൈൻ ചെയ്തേ മതിയാവുകയുള്ളൂ. അതിനെന്ത് വേണമെങ്കിലും അദ്ദേഹം ഇപ്പോൾ ചെയ്യും. അങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ഇസ്രായേലിന്റെ നെഗവ് ഡെസേർട്ട് പ്രദേശങ്ങളിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഫോട്ടോ എവിഡൻസുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇസ്രായേൽ അവരുടെ അത്യാധുനിക വിമാനങ്ങളെല്ലാം നിർത്തിവെച്ചിരുന്നത്. ഈ നെഗവ് എയർബേസ് എന്നത് ഇസ്രായേലിന് വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണ്. ആ ഒരു സ്ഥലത്ത് ഇറാന്റെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇത് ഇറാൻ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ചിന്തിക്കേണ്ടത്, എന്ത് തന്നെ ആയാലും ഇറാനും നമുക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. നമുക്ക് സമാനമായ രീതിയിൽ തന്നെ ഇറാനും നമുക്കെതിരെ പോരാടുന്നു എന്നുള്ള സത്യം ഇവിടെ ഇസ്രായേൽ മനസ്സിലാക്കിയാൽ മതിയാകും. F-35 ഫൈറ്റർ ജെറ്റ്സ് വിമാനങ്ങൾ കൂടുതലായും നിർത്തിവെച്ചിരുന്നത് ഈ നെഗവ് എയർബേസിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നെഗവ് എയർബേസ് വീണ്ടും ആക്രമണത്തിന് ഇരയായി എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തനത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. F-35 ഉള്ള സ്ഥലത്ത് ഇറാൻ ആക്രമിച്ചാലും ഇപ്പോൾ F-15 ഉപയോഗിച്ച് ഇസ്രായേൽ അടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. F-15 ഏകദേശം 12 എണ്ണത്തോളം ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നും പറയുന്നു. ഇതിൽ സ്പൈസ് 1000 ഗ്ലൈഡ് ബോംബ്സും അതുപോലെ 40 വർഷത്തിന് മുൻപ് ഉപയോഗിച്ച ചില വിമാനങ്ങൾ അതിപ്പോൾ ഇറാനെതിരെ ഉപയോഗിക്കാൻ പോകുന്നുവെന്നും ഇസ്രായേലിന്റെ സൈന്യ വിവരങ്ങൾ പുറത്തുവിട്ടു. അതിന്റെ ഫോട്ടോ പ്രൂഫോട് കൂടി തന്നെ അവർ വിവരങ്ങൾ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ ചാനൽ 14 ആ ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത അടിസ്ഥാനമാക്കി നോക്കിയാൽ ഇസ്രായേൽ ഇപ്പോൾ ഒരു ന്യൂ സ്ട്രൈക്കിന് അപ്രൂവൽ നൽകിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വന്നു.
അപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ ഹൈഫ പോർട്ടിൽ ആക്രമിച്ചു, നെഗവ് എയർബേസിലും ആക്രമിച്ചു. ഇനി അടുത്ത് ഇസ്രായേൽ അവരുടെ ആക്രമണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ അവരുടെ ആക്രമണം ഇറാനിൽ നടത്തി അവസാനിപ്പിച്ചിട്ടുമുണ്ടാകും. അതിന്റെ അപ്ഡേറ്റുകൾ തീർച്ചയായും നമുക്ക് വരും വീഡിയോസിലൂടെ അറിയാൻ കഴിയും. അപ്ഡേറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാകാം. മാസ് സിവിലിയൻ എക്സോഡസ് ആണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യമെന്നും പറയുന്നു. കൂടുതൽ മനുഷ്യരെ കൂട്ടം കൂട്ടമായി ഇറാൻ വിട്ട് പുറത്തേക്ക് തള്ളണം. അതിനെവിടെയാണോ ആക്രമണം നടത്തേണ്ടത് അവിടെ തന്നെ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരു പെർമിഷൻ ചോദിക്കുകയും അതിന് സാങ്ഷൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്, ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ കാറ്റ്സ്, പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇവർ രണ്ടുപേരും അടുത്ത സ്ട്രൈക്കിനായിട്ടുള്ള ഒരു അപ്രൂവൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ 14 വന്ന ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇറാനിൽ ഒരു സ്റ്റെബിലൈസേഷൻ വരാനേ പാടില്ല. അവിടെയുള്ള സമാധാനം നശിപ്പിച്ച് അവിടെയുള്ള ജനങ്ങളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യിപ്പിക്കണം. ഈ ഒരു ആവശ്യത്തോടു കൂടിയായിരിക്കും ഇസ്രായേലിന്റെ അടുത്ത് ആക്രമണം സംഭവിക്കുക. കാറ്റ്സ്, IDF ചീഫ്, നെതന്യാഹു ഇവർ 3 പേരും ഈ ഒരു ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അടുത്തത് ഹമാസ് ആണ്. ഇന്ന് ഹമാസും ഒരല്പം സൈറൻ ട്രിഗർ ചെയ്തു എന്ന് പറയുകയാണ്. ഇസ്രായേൽ അവരുടെ ട്വിറ്ററിൽ ഒഫീഷ്യലായി തന്നെ ഒരു പ്രസ്താവന നൽകി. ഞങ്ങൾ ഇറാനുമായി മാത്രം യുദ്ധം ചെയ്യുന്നു എന്നാണ് ഹമാസ് ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ 2 റോക്കറ്റ് അയച്ചത്. പക്ഷെ ഞങ്ങൾ മൾട്ടി ഫ്രണ്ടിലാണുള്ളത്. അതായത് ഒരേ സമയം പല രാജ്യങ്ങളുമായും ഞങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ഹമാസ്, മറ്റൊന്ന് ഇറാൻ. ഇത് നിഷേധിക്കാനേ സാധിക്കില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഒരു പടി വെച്ചാൽ തിരികെ ഞങ്ങൾ ഒരു 5 പടിയെടുത്ത് വയ്ക്കും. ഇങ്ങനെ ഹമാസിനെതിരെയുള്ള ഒരു അറ്റാക്കും, അതായത് ഗാസ പ്രദേശത്തും ഇസ്രായേൽ അവരുടെ അടുത്ത ഘട്ട അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് നെതന്യാഹു ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകൾ ഒരല്പം അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇറാനിൽ നിന്നുകൊണ്ട് തന്നെ നേരിട്ട് അമേരിക്കയെ ആക്രമിക്കാൻ സാധിക്കും. ഇറാൻ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറാന്റെ പൂർണ്ണ ഇൻഫ്രാസ്ട്രക്ചറും നശിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അമേരിക്കയ്ക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനും മറ്റ് ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു ഷീൽഡായി നിൽക്കുകയാണ്. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം അമേരിക്കയെയോ അമേരിക്കക്കാരെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ളവരെയോ ഇറാന്റെ ദുഷ്ടസ്പർശം ഏൽക്കില്ല. അതിന് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഇങ്ങനെയും പറഞ്ഞു. ഇതിനിടയിൽ ഇറാന്റെ ചില പ്രവിശ്യയിൽ 4.3 റെക്ടർ അളവിൽ ഭൂകമ്പം ഉണ്ടായതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇടയ്ക്കിടെ പാകിസ്ഥാനിലും ഇങ്ങനെയുള്ള ചില ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അതും സിസ്താൻ പ്രവിശ്യയിലും ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും ഇതുപോലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായതായി കണക്കിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും മിസൈൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണോ എന്നുള്ളതിനെ കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഇറാൻ അതിർത്തി അടച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് കണ്ടു. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലും കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടാകും. എന്തായാലും അടുത്ത വീഡിയോയിലൂടെ പുതിയ വിവരങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. മറക്കാതെ ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.